ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവമേ നീ യോഗ്യനാ, നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ദേവാധിദേവൻ നീ രാജാധിരാജൻ. ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. മണ്ണിലും വിണ്ണിലും ആരാധ്യനാം നീ. ഉന്നത നന്ദനൻ നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാ. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. എന്നാൽ അവൻ എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി കർത്താവായ യേശുക്രിസ്തുവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, അവനെ ആരെയും നിർബന്ധിക്കുന്നതല്ല, അവൻ സ്വയമായി കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങൾ. 1, അവൻ തന്നെത്താൻ ത്യജിക്കണം. 2, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കണം. പ്രിയപ്പെട്ടവരെ, കേട്ടാൽ വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ നമ്മൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിശദീകരിക്കുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. പിതാവിൻ്റെ പ്രമോദമായ പുത്രൻ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് എപ്പോഴും ഇരിക്കുന്നവനായ പുത്രൻ, പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവനായ പുത്രൻ, പിതാവിനെ പുത്രനെ നോക്കുന്നത് അഭിമാനമായിരുന്നു. ഇതുപോലെ അനുസരിക്കുന്നൊരു മകൻ. അങ്ങനെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മാലാഖമാരുടെ സ്തുതികൾ ഏറ്റുവാങ്ങി സകലത്തിൻ്റെയും അധികാരിയായി വാഴുന്നവനായ കർത്താവായ യേശുക്രിസ്തു നിക്യാസുനഹദോസിൽ, ആഗമന സുറിയാനി സഭയുടെ 1-ാമത്തെ സുനഹദോസിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും
തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി. പുത്രനായ ദൈവം തൻ്റെ തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി. എന്തിനായി ഇറങ്ങി? മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, എന്താണ് മനുഷ്യനോടുള്ള സ്നേഹം? ഞാനും നിങ്ങളും ആരാണ്? നാം ആരെ അനുഗമിക്കേണ്ടവരാണ്? നിങ്ങൾ വാസ്തവമായി ചിന്തിച്ചിട്ടുണ്ടോ? നിത്യനായ ദൈവം മനുഷ്യനിൽ ഉണ്ടാകുന്നതിന് മുൻപ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം തൻ്റെ ആത്മനിറവിൽ മനുഷ്യനെ കണ്ടു. തൻ്റെ ദിവ്യജ്ഞാനത്തിൽ മനുഷ്യനെ കണ്ടു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഈ മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് അവൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? അവൻ ഇവിടെ ആരായിത്തീരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് ഒരു ധനവാന്റെയും ലാസറിൻ്റെയും സംഭവകഥ. അത് സംഭവിച്ച കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു കൃത്യമായി അത് പറഞ്ഞു. ആഡംബരത്തോടെ ദിനം പ്രതി സുഖിച്ചു പോരുന്ന ഒരു ധനവാൻ, വലിയ മണിമാളികയുണ്ട്, വലിയ പഠിപ്പരയുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. അവൻ മിച്ചം വരുന്നതെല്ലാം പുറത്തേക്ക് എറിയുകയാണ്. അവന് അവിടെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. അവൻ അതുപോലെ സമൃദ്ധിയായിട്ടുണ്ട്. അവൻ ജീവിക്കുന്നത് എന്തിനാണ്? അവൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അവൻ്റെ പടിപ്പുരയ്ക്കൽ ഒരു ലാസർ കിടക്കുന്നുണ്ട്. ആ ലാസർ വ്രണം നിറഞ്ഞവനാണ്, അനാഥനാണ്, ആരോരുമില്ലാത്തവനാണ്, ആരോഗ്യമില്ലാത്തവനാണ്. നായ്ക്കളും വന്നവനെ നാക്കും. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്നതായ എച്ചിൽ കഷ്ണങ്ങൾ പെറുക്കി വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ ഈ എച്ചിൽ കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജീവിക്കാൻ വേണ്ടി അവൻ എച്ചിൽ കഴിക്കുന്നു. ധനവാനോ അവൻ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു. രണ്ട് ലക്ഷ്യമാണ്. ദൈവം നോക്കുന്നത് അത് തന്നെയാണ്. ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അത് തന്നെയാണ്. ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിയുടെ ഭാവമുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുന്നു. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇപ്പോൾ നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നോക്കുന്നുള്ളൂ. ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. നിനക്ക് സ്വത്തുണ്ടെന്നല്ല, നിനക്കെത്ര വിദ്യാഭ്യാസമുണ്ടെന്നല്ല, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിനക്കെത്ര ഉദ്യോഗമുണ്ട്, നിനക്കെത്ര ശമ്പളമുണ്ട്, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ദരിദ്രനാകട്ടെ, യാചകനാകട്ടെ, പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്ന് പോയി ഭിക്ഷ തേടും, ഞാൻ ഇന്ന് ഭിക്ഷ തേടി ഇന്നൊരു 100 രൂപ ഉണ്ടാക്കും, ഞാൻ ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം നല്ല മൃഷ്ടാന്ന ഭോജനം കഴിക്കും, ഞാൻ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കും. അങ്ങനെ ഒരു ചിന്തയാ ദരിദ്രനായ യാചകനുണ്ടെങ്കിൽ അവൻ ധനവാനാണ് ദൈവം നോക്കുമ്പോൾ. എന്നാൽ പ്രിയപ്പെട്ടവർ, എത്ര ധനവും ഉണ്ടാകട്ടെ, അത് ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. അത് ദൈവം തന്ന ട്രസ്റ്റാണ്, ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടതാണ്. ഈ മനോഭാവമുള്ളവൻ ഒരിക്കലും അഹങ്കരിക്കില്ല. നാം ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവർ, കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അതാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തുയേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. പ്രിയപ്പെട്ടവർ, താഴാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവ് വളരെ വ്യക്തമായി അന്നത്തെ സമൂഹത്തോട് പറഞ്ഞു, ആരെല്ലാം ഉയർത്തുന്നുവോ അവരെല്ലാം താഴ്ത്തപ്പെടും, ആരെല്ലാം സ്വയം താഴ്ത്തുന്നുവോ അവരെല്ലാം ഉയർത്തപ്പെടും. മാതൃക കാണിച്ചിട്ടാണ് കർത്താവ് അത് പറഞ്ഞത്. കർത്താവിൻ്റെ ജീവിതത്തിൽ ആ മാതൃക കാണിച്ചു തന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗം വിട്ട്, സ്വർഗ ഉന്നതി വിട്ട്, മാലാഖമാരുടെ സ്തുതികൾ വിട്ട് ഈ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. എന്തിനിറങ്ങി വന്നു? അവൻ ദാസരൂപമെടുത്തു. ഒരു ദാസനെ പോലെ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്. അവനിൽ ജീവനുണ്ടായിരുന്നു,
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിൻ്റെ മാർവിൽ ചാരി അവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങിയവനായ യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ സുവിശേഷം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോസ്തലൻ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ ഭൂമിയിൽ കാണുന്ന സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഈ ഭൂമി അതിൻ്റെ പൂർണ്ണതയും മുഴുവനും യഹോവയ്ക്കുള്ളതാണ്, എല്ലാം ദൈവത്തിനുള്ളതാണ്. എന്നാൽ ആ പുത്രൻ, ദൈവമായിരിക്കുന്ന പുത്രൻ, വചനമായ ദൈവം, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് പാപത്താൽ അന്ധകാരത്തിലായിപ്പോയ മനുഷ്യൻ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ, എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ, ഹൃദയത്തിൽ സമാധാനമില്ലാത്ത മനുഷ്യൻ, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര പദവിയുണ്ടെങ്കിലും, എത്ര ഉദ്യോഗമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും ഹൃദയ സമാധാനമില്ലാത്ത മനുഷ്യൻ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യന് വെളിച്ചം കൊടുക്കുവാൻ അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 5-ാം വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ദൈവവേദലേ, നിന്റെ ജീവിതത്തെ ഇന്ന് ദൈവം പ്രകാശമുള്ളതാക്കി തീർക്കും. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അവനെ അനുഗമിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ അനുഗമിപ്പാൻ കൊള്ളാവുന്നവനാണോ? ആണെന്നുണ്ടെങ്കിൽ നീ അവനെ ഹൃദയത്തിലേക്ക് നിനക്ക് സ്വീകരിക്കാം. നിന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം വീശിത്തരും, നിന്റെ ഉൾക്കണ്ണുകളെ തുറന്നു കിട്ടും, നിന്റെ ലക്ഷ്യം എന്താണെന്ന് അവൻ പറഞ്ഞു തരും. ഈ ലോകം മുഴുവനും മായ എന്ന് കാണുവാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടും. അത് വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അത് ഉൾക്കണ്ണ് തുറന്നു കിട്ടിയാലേ അത് കാണുകയുള്ളൂ. ആ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടിയവനായിരുന്നു ആദ്യ മനുഷ്യൻ ആദാമുവ്വയും. എന്നാൽ അവരുടെ കണ്ണുകൾ അടഞ്ഞു പോയത് എങ്ങനെയാണ്? പിശാച് വഞ്ചിച്ച്, സാത്താൻ്റെ വഞ്ചനയാൽ ആ കണ്ണുകൾ അടഞ്ഞുപോയി. അപ്പോഴാണ് യഥാർത്ഥ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് ലക്ഷ്യം മാറുന്നത്, അപ്പോഴാണ് ജഡസുഖത്തിന് വേണ്ടി ജീവിക്കാൻ മനുഷ്യന് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. ലോകത്തെ കുറ്റം പറയാനല്ല, അന്ധകാരത്തെ പഴി പറയാനല്ല, അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ഒരു വെളിച്ചമായി ശോഭിക്കാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? ഈ അന്ധകാരം മുറ്റി നിൽക്കുന്ന ഈ ലോകത്തിൽ ഒരു വെളിച്ചമായി, ഒരു കൈത്തിരിയായി നിൽക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്. അതുമാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന്, പിശാചിന് വെളിച്ചത്തെ പിടിച്ചടക്കാൻ സാധ്യമല്ല, പ്രകാശത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ഇരുള് ഒരു ദൈവവേദനെ തൊടുകയില്ല, പിശാച് ഒരു ദൈവവേദനെ തൊടാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം കേൾക്കുന്ന നിങ്ങൾ അനേകം പേർക്ക് മനഃപ്പാഠം അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാറ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം അനുവദിച്ചിട്ടാണ് പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. പിതാവ് എന്തിനാണ് അനുവദിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? അന്ധകാരം മുറ്റി നിൽക്കുന്ന ഈ ഭൂമിയിലേക്ക് എന്തിനാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? നിങ്ങൾ ഒരു കാര്യം അറിയുക, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഏതൊരുവനും, ഏത് ജാതിയിലും, ഏത് മതത്തിലും, ഏത് സമുദായത്തിലും, ഏതവസ്ഥയിലുമുള്ള ഏതോ ഒരു വ്യക്തിയും, എത്ര കഠോര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ശരി, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. നിനക്ക് പണമുണ്ടോ എന്ന് നോക്കുന്നില്ല, നിനക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുന്നില്ല, നിനക്ക് അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കുന്നില്ല, ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഒറ്റയ്ക്കൊരു കാര്യം, വിശ്വാസം. ദൈവവേദന അത് ധനവാനും പ്രാപിക്കാം, അത് ദരിദ്രനും പ്രാപിക്കാം. ധനവാനും ദരിദ്രനും പ്രാപിക്കാവുന്നതാണ് വിശ്വാസം. തന്നെത്താൻ ആർജിക്കേണ്ടതാണ് വിശ്വാസം. പതിനം കിഴക്ക് നിങ്ങൾ ഓരോരുത്തരും തന്നെത്താനെ ആർജിക്കേണ്ടതാണ് ഈ വിശ്വാസം. അത് ദൈവം തരുന്ന ദാനമാണ്. എന്നാൽ ആർക്കാണ് ദൈവം ഇത് കൊടുക്കുന്നറിയാമോ? പാപത്തോടെ യാത്ര പറഞ്ഞതായി കാണുന്നവർക്ക്. ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തിലേക്ക് നോക്കുന്നവനായ ദൈവം പാപത്തിന് വേണ്ടി നിന്റെ ഹൃദയം മോഹിക്കുന്നുണ്ടോ? പാപത്തിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നിരിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് നോക്കുന്നത്. അത് എന്നേക്കുമായി പാപത്തിന് അടച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവൻ പാപത്തോട്
ഹൃദയം കൊണ്ട് യാത്ര പറഞ്ഞു അവന് ദൈവം കാണുമ്പോൾ അവനെ ദൈവം വിശ്വാസിയായി കാണുന്നു, അവന് വിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യനായ ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവം, എന്നെയും നിങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചവനായ ദൈവം ഇപ്പോൾ നമ്മെ എല്ലാവരും കണ്ടുകൊണ്ടാണ്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടോ? പാപത്തോട് യാത്ര പറയുന്നവർക്ക് മാത്രമേ വിശ്വാസം കിട്ടുകയുള്ളൂ. വേറെ എന്തെല്ലാം കൊടുത്താലും കിട്ടുകയില്ല, എത്ര പണം മുടക്കിയാലും കിട്ടുകയില്ല, ഈ ലോകം മുഴുവൻ നേടിയാലും നിനക്ക് വിശ്വാസിയാകാൻ ഒക്കുകയില്ല. എത്ര കൃത്യമായിട്ട് കർത്താവായ യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? വാക്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവർ. ഞാൻ എന്തിനു ജീവിക്കുന്നു? എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുമോ പ്രിയപ്പെട്ടവർ? അതിരാവിലെ എഴുന്നേറ്റാൽ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത എന്താണ്? എനിക്കെൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാണോ? പാപം കൂടാതെ ജീവിക്കണമെന്നുള്ളതാണോ? എനിക്ക് ദൈവശക്തിയാൽ നിയന്ത്രിക്കപ്പെടണമെന്നുള്ളതാണോ? കർത്താവിനെ നിയന്ത്രിക്കണമെന്നുള്ള വാസ്തവമായ ബോധം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണുന്ന ദൈവമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തെ മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവൻ്റെ പൊന്മുഖത്തേക്ക് ആര് നോക്കിയാലും അവർ ലജ്ജിച്ചു പോവുകയില്ല പ്രിയപ്പെട്ടവരെ. അത് കാണുന്നവനായ ദൈവം, അത് കാണാതിരിക്കുന്നവല്ല. മനുഷ്യൻ കണ്ടിൽ നിന്ന് അടിക്കും, മനുഷ്യൻ മുഖം മാറ്റും, മനുഷ്യൻ പലപ്പോഴും മാറിപ്പോവും, അവൻ കൈകൾ പിൻവലിച്ചെന്ന് വരും, അവരുടെ സ്നേഹം മുതിർന്നുപോയി എന്ന് വരും. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മനുഷ്യൻ ആരാണ് എന്ന് ദൈവത്തിന് അറിയാം. അവൻ ആ സുവിശേഷത്തിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതം ദൈവം അറിയുന്നത് കൊണ്ട് ദൈവം സ്വയം തന്നെ മനുഷ്യനെ ഏൽപ്പിച്ച് കൊടുത്തില്ല എന്ന് വേദനം പറയുന്നു. അവൻ്റെ പ്രകൃതം ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, നല്ല വായു നിറഞ്ഞിരിക്കുന്ന ഒരു ബലൂൺ, നല്ല ഡിസൈനാണ്, നല്ല ഭംഗിയാണ്, നല്ല കാണാൻ കൊള്ളാവുന്നതാണ്. പക്ഷേ ഒരു സൂചി മുന കണ്ടാലെല്ലാം തീർന്നു. ഇത്രയേ ഉള്ളൂ. ഏതവൻ്റെയും ധനം ഇത്രയേ ഉള്ളൂ, ഏതവൻ്റെയും ആരോഗ്യം ഇത്രയേ ഉള്ളൂ, ഏതവൻ്റെയും പദവി ഇത്രയേ ഉള്ളൂ. നിങ്ങളാരെല്ലാം അത് കാണുന്നുണ്ട്? ആരെല്ലാം ദൈവരൂപത്തിലേക്ക് ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാറ് ദാസരൂപമെടുത്ത യേശുവിനെ അനുഗമിപ്പാൻ നിങ്ങൾ ആരെല്ലാം തയ്യാറാകും? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ലൂക്കോസ് 17:10. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ഒരു ദാസന്റെ സ്വഭാവം എന്തായിരിക്കണം? ദാസരൂപമെടുത്ത കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ദാസൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. കർത്താവർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്, ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദാസൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ അവൻ ജോലി ചെയ്ത് അവൻ്റെ ജോലിയെല്ലാം തീർത്ത് അവൻ വയലിൽ നിന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ? നീ വന്ന് വേഗം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് അവനോട് യജമാനൻ പറയുമോ? പറയുകയില്ല. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അത് അനീതിയാണോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചോളുക എന്ന് പറയുകയില്ലയോ? സ്തോത്രം. ആ യജമാനൻ ദാസോട് പറയുകയാണ്, നീ ഇപ്പോൾ വന്ന് അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, എനിക്ക് അത്താഴമൊരുക്കുക, ഞാൻ തിന്ന് കുടിച്ച് കഴിയുവോളം നീ എന്നെ ശുശ്രൂഷിക്കുക, അതിനുശേഷം നീയും തിന്നുകൊള്ളുക. അവൻ വളരെ നന്നായി അവൻ ആ ജോലികൾ ചെയ്തു. എന്നാൽ അവൻ എന്താണ് പറയേണ്ടത്? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? തന്നോട് ചെയ്തതൊക്കെയും ദാസൻ ചെയ്തതുകൊണ്ട് യജമാനൻ അവനോട് നന്ദി പറയുമോ? പ്രിയപ്പെട്ടവർ, എന്തായിരിക്കണം ഒരു ദാസന്റെ മനോഭാവം? അടുത്ത വാക്യം വായിക്കാം. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. നമുക്ക് ഹൃദയത്തിലേക്ക് നോക്കാം. ദൈവം കൽപ്പിച്ചതെല്ലാം ചെയ്തതിന് ശേഷം ദാസൻ പറയുകയാണ്, എന്നോട് കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ. പ്രിയപ്പെട്ടവർ, അങ്ങനെ പറയുന്നവർ ഈ സമൂഹത്തിലുണ്ടോ? ശാന്തമായി ചിന്തിക്കാം. ഞാൻ എന്നിലേക്ക് തന്നെ തിരിച്ചു നോക്കിക്കൊണ്ടും കൂടാണ് ഇത് പറയുന്നത്. കൽപ്പിച്ചതെല്ലാം നിവർത്തിയ ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, എന്നോട് കൽപ്പിച്ചതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താണ് അതിനർത്ഥം? നിന്നോട് കൽപ്പിച്ചത് മാത്രമല്ല, അതിലധികമായി നീ ചെയ്യേണ്ടിയിരിക്കുന്നു. അവനാണ് വിശ്വസ്തനായ ദാസൻ. അവൻ ദാസരൂപമെടുത്തു. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അന്ധകാരത്തിൻ്റെ മധ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു.
പാപികളായ മനുഷ്യരുടെ മധ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. എന്നിട്ട് അവൻ പാപികൾക്ക് വേണ്ടി തന്നെ തന്നെ ത്യജിച്ചു. യേശുക്രിസ്തുവിന്റെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മൃഗ പിടിച്ചോളണമെന്ന് വിചാരിക്കാറ് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവര്, അവൻ തന്നെ തന്നെ ഒഴിച്ചു. അവൻ ദൈവപുത്രനായിരിക്കെ അവനതൊന്നും കണക്കിടാതെ തന്നെ തന്നെ ഒഴിച്ച് അവൻ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിനോട് എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിക്കുന്ന ഒരു ദാസനായി കർത്താവായ യേശു തീർന്നു. അവനെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അവൻ്റെ ദാസനായി ദൈവത്തെ പ്രസാരിപ്പിച്ചുകൊണ്ട്, ദൈവേഷം നിവർത്തിച്ചുകൊണ്ട് ഈ തലമുറയിൽ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസബൂബ് എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ദാസൻ, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസി, കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന യഥാർത്ഥ വിശ്വാസി, അവൻ എങ്ങനെയായിരിക്കണം? ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെയാകുന്നത് ദാസന് മതി. നിന്റെ യജമാനൻ ജീവിച്ചതിനേക്കാളും അധികം നീ ഉയരാൻ നോക്കരുത്. വീട്ടുടയവനെ അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം. ദൈവത്തിൻ്റെ പുത്രനായ, പിതാവാധിപത്യൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ ബേൽസെബൂൽ എന്ന് സ്വന്തം ജനം വിളിച്ചു എങ്കിൽ നീ എന്തിനാണ് അതിൽ പ്രതീക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കണോ? അങ്ങനെ തിന്മ വന്നാൽ നീ എന്തിനാ വാടുന്നത്? നിന്റെ ഹൃദയം വാടുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് സ്വയമുണ്ട്. നീ ദാസരൂപം എടുത്തിട്ടില്ല. നിന്റെ സ്വയം ഇപ്പോഴും അകത്ത് നിൽക്കുന്നു. നീ ജഡികനാണ്, ജഡികനായ മനുഷ്യനാണ്. ജഡികനായ മനുഷ്യൻ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വളരെ കൃത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതൃകയായി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവായ യേശു തന്നെ വളരെ വ്യക്തമായി തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നു, ഞാൻ അവനായി നിന്നു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനോട് ഇടപെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടാണ്. പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഇസ്രായേൽ ജനവും കണ്ടിട്ടില്ല. പർവ്വതത്തിൽ ഇറങ്ങി വരുന്നവനായ ദൈവം ആ ഭയങ്കരമായ ശബ്ദം കേട്ട് അവിടെയുള്ള തീയും പുകയും കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനം. ആ ജനം മോശയോട് പറഞ്ഞു, എൻ്റെ മോശേ, ഇങ്ങോട്ടൊരു കാര്യം ചെയ്യേ, നീ പർവ്വതത്തിലേക്ക് കയറി നീ ദൈവമായിട്ട് സംസാരിക്കുക. ദൈവം നിന്നോട് കൽപ്പിക്കുന്ന ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളെ അനുസരിച്ചുകൊള്ളാം. ഈ ദൈവത്തെ കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നാൽ നിത്യനായ ദൈവം താൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുവാൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മാത്രമല്ല, പുത്രനോടുകൂടെ പിതാവുണ്ടായിരുന്നു. പിതാവിൻ്റെ സ്വഭാവം എന്താണെന്ന് പുത്രനിലൂടെ ലോകം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ഒരു വിശ്വാസിയായി, ഒരു ക്രിസ്ത്യാനിയായി, ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി നിങ്ങൾക്ക് നിൽക്കാമോ? ഒരു പുതിയ തീരുമാനമെടുക്കാമോ? കൃപ ദൈവത്തിൻ്റെതാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാവരും പാപം ചെയ്ത ദൈവദേശമില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിനെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായ നീതീകരണം. എവിടെ നിന്ന് കിട്ടിയ നീതീകരണം? കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ അർപ്പിച്ചതായ, ക്രൂശിൽ നിവർത്തിച്ചതായ നീതീകരണം സൗജന്യമായി നിനക്ക് തരികയാണ്. മേടിക്കാൻ മനസ്സാണോ? പാപത്തോടെ യാത്ര പറയാമോ? സ്വയത്തെ ത്യജിക്കാമോ? ഒരു ദാസനാകാമോ? കർത്താവിന് പിന്നാലെ പോകാൻ തീരുമാനമെടുക്കാമോ? അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പാപത്തിന് നേരെ തൻ്റെ ഹൃദയം അടച്ചു വെച്ചുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങളിതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യത്തിന് പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാലും പാപത്തിലേക്കില്ല എന്ന് ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ പോലെ ഈ തലമുറയെ ഞാനൊരാൾ വെളിച്ചമായി നിൽക്കുമെന്ന് തീരുമാനിക്കുന്നവർക്ക് അവരുടെ കണ്ണുകളെ അടയ്ക്കാൻ, തലകളെ അടക്കാം. നമുക്ക് സമർപ്പിക്കാം.
സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ വിശ്വാസികളാക്കി തീർക്കണമേ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാക്കി ഞങ്ങളെ തീർക്കണമേ. മാനവ മഹത്വം എടുക്കണമേ. രണ്ടാമത്തെ വരവിനായി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.